എല്ലാ തരത്തിലും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഒരേ വികാരത്തോടെ ഒരേ മനസ്സോടെ അവിടെ ഈ ആവേശ കൊടുമുടിയിൽ പങ്കുചേരുകയാണ്. വിനിഷയിലേക്ക് കൂടി പോകാം. വിനിഷ, വലിയ ആവേശം എല്ലായിടത്തും കാണുന്നു. എല്ലാവരും ഒരേ വികാരമാണ് പങ്കുവെക്കുന്നത്. വാസ്തവത്തിൽ ഒരുപാട് തവണ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ കൂടുതൽ തവണ UDF കോൺഗ്രസ് ഒക്കെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ഒരൊറ്റ വികാരത്തിലേക്ക്, സ്വരാജ് എന്ന ഒരൊറ്റ വികാരത്തിലേക്ക് ജനങ്ങൾ ഒന്നാകെ മാറുന്ന കാഴ്ചയാണോ അവിടെയുള്ളത്? തീർച്ചയായും അസിത, അത് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ നിലമ്പൂർ പ്രഖ്യാപിച്ചതാണ്. നിലമ്പൂരിന്റെ മനസ്സിൽ എന്താണെന്ന് കഴിഞ്ഞ കുറേ കാലമായി LDF കൊണ്ടു നടക്കുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. ജയിക്കോ സ്വരാജ്? ജയിക്കോ? തീർച്ചയായിട്ടും. 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് ജയിക്കുമെന്നാണ് നിലമ്പൂർ ജനതയുടെ അഭിപ്രായം. ചേട്ടാ, എങ്ങനെയുണ്ട് ആവേശം? കൊട്ടിക്കലാശത്തിന്റെ ആവേശം എങ്ങനെയുണ്ട്? സ്വരാജ് ജയിക്കോ? പിന്നെ തീർച്ചയായും. എത്ര വോട്ട് കിട്ടും? 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. 10,000 മുതൽ 20,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എം സ്വരാജ് ജയിക്കുമെന്നാണ് നിലമ്പൂർ ജനത പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം അവർക്ക്, പ്രത്യേകിച്ച് CPIM പ്രവർത്തകർക്ക് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കിട്ടിയ അവസരം കൂടിയാണ്. അതിനാൽ തന്നെ കൃത്യമായി അത് വിനിയോഗിക്കാൻ തന്നെയാണ് ഇവിടെയുള്ള CPM പ്രവർത്തകരുടെ, ഇടതുപക്ഷ പ്രവർത്തകരുടെ ഒക്കെ തീരുമാനം. അത്രത്തോളം ആവേശത്തിലാണ് അവർ. കഴിഞ്ഞ 2 മണിക്കൂറുകളായി ആ ആവേശ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരേ മനസ്സ്, ഒരേ വികാരം, ഒരേ ആവേശം. ആ ആവേശത്തിന്റെ കൊടുമുടിയിൽ ഇത്രയും നേരം മഴ മാറി നിൽക്കുകയായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ചാറ്റൽ മഴയ്ക്കിടയിലും ആവേശത്തിന് യാതൊരുവിധ കുറവുമില്ല. ആവേശം പല തല്ലുകയാണ്. ചാറ്റൽ മഴയൊന്നും വകവെക്കാതെ ചാടിത്തുള്ളുന്ന ആളുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രത്തോളം ആവേശത്തിലാണ് നിലമ്പൂർ കാത്തിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി വരാൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടു കൂടി തന്നെ നിലമ്പൂർ കാത്തിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി. ആ കാത്തിരിപ്പിനിടയിലേക്കാണ് എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂർ കാത്തിരുന്ന, കേരളം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്ന എം സ്വരാജ് നിയമസഭയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിക്കുന്നത്. ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കളറാകെ മാറുകയാണ്. ചിത്രമാകെ മാറുന്ന ആ കാഴ്ച, അതിന്റെ ആവേശ കാഴ്ചയുടെ കൊടുമുടിയിൽ തന്നെയാണ്. ഇനിയും 1 മണിക്കൂർ കൂടി ഉണ്ട് ഈ കൊട്ടിക്കലാശം അവസാനിക്കാനായി. പക്ഷേ ഈ കൊട്ടിക്കലാശത്തിന്റെ 1 മണിക്കൂറിന് മുൻപ് തന്നെ വലിയ ആവേശം, ഈ മഴയിലും തോരാത്ത ആവേശത്തിലാണ് ഓരോ ആളുകളും. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയുണ്ട് നിലമ്പൂർ നഗരത്തിൽ, കൊട്ടിക്കലാശം കേന്ദ്രീകരിച്ചിരിക്കുന്ന നിലമ്പൂർ നഗരത്തിൽ. പക്ഷേ ഈ ചാറ്റൽ മഴയൊന്നും വകവെക്കാതെ ആവേശ കൊടുമുടിയിലാകുന്ന ജനതയാണ്, നിലമ്പൂർ ജനതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജയിക്കല്ലേ സ്വരാജ്? ജയിക്കില്ലേ? ജയിക്കാതെ എവിടെ പോവാനാ? ഇവിടെ സ്വരാജ് എത്ര ഭൂരിപക്ഷം കിട്ടും? സ്വരാജിന് ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും. LDFന്റെ സ്ലീപ്പിംഗ് സെല്ല് ആക്റ്റീവായി. LDFന്റെ സ്ലീപ്പിംഗ് സെല്ല് ഉണ്ട് നിലമ്പൂര് ഒരുപാട്. നിയമസഭയിലെ മെസ്സി എന്നാണ് പറയുന്നത് എം സ്വരാജിനെ. ഓഫ് കോഴ്സ് ഈ സാധനം ഇന്ന് നമ്മൾ തൂക്കി. ഇവറിഞ്ഞ് എന്ത് അൻവർ വന്നിട്ടും കാര്യമില്ല, ഏത് വല്യപ്പാനം അപ്പം വന്നിട്ടും കാര്യമില്ല. പാരമ്പര്യമൊന്നും അവകാശപ്പെട്ട ആരും ഇവിടേക്ക് വരണ്ട എന്നാണ് നിലമ്പൂർ ജനത പറയുന്നത്. ചേട്ടാ, എന്തൊക്കെയാണ്? സ്വരാജിനെ നിലമ്പൂർ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് സ്വരാജ് നിലമ്പൂരിന്റെ രാജാവാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സ്വരാജ് ഇവിടെ പാട്ടും പാടി ജയിക്കും. ഭൂരിപക്ഷം ഇങ്ങനെ ആളുകളുടെ ആവേശത്തിൽ വർദ്ധിക്കുകയാണ്. നേരത്തെ 10,000 മുതൽ അത് 25,000 വരെ ഭൂരിപക്ഷമായി ഉയർന്നിരിക്കുന്ന ഇവരുടെ വാക്കുകൾ തന്നെയാണ് LDF ക്യാമ്പിന്റെ പ്രത്യേകിച്ചും ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പ്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടിന്റെ അവസാന മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ട LDF നേതാക്കളെല്ലാം പങ്കുവച്ചത് അതേ ആത്മവിശ്വാസം തന്നെയാണ്, അതേ വിജയപ്രതീക്ഷയാണ്. അത്രത്തോളം വിജയപ്രതീക്ഷ വാനോളം ഉയരുന്ന കാഴ്ച. ആ കാഴ്ചയ്ക്ക് പിന്തുണ നൽകുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ജനതയുടെ മനസ്സാണ്. നിലമ്പൂരിനെ അറിഞ്ഞുകൊണ്ട് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ കളറാകെ മാറുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ എം സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാനായി ഈ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒരു പുഴ ഒന്നിച്ചൊഴുകി ഒരു കടലാകുന്നത് പോലെയുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ചെങ്കൊടി ഏന്തിക്കൊണ്ട് LDFന്റെ വിവിധ ഘടക കക്ഷികളുടെ കൊടികൾ ഏന്തിക്കൊണ്ട് എം സ്വരാജിന്റെ പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് എം
സ്വരാജിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്ന നിലമ്പൂർ ജനതയുടെ ഒരു പരിച്ഛേദം അതൊന്നാകെ ഇളകി പറയുകയാണ് ഈ ചാറ്റൽ മഴയിലും. ഒട്ടും ആവേശം ചോരുന്നില്ല മഴ. അത് കഴിഞ്ഞ കുറേ മണിക്കൂറുകളിൽ മാറി നിന്നിരുന്നു. ആ മാറി നിന്ന മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ആവേശം ഒരിക്കലും കെട്ടടങ്ങിയിട്ടില്ല, ഒട്ടും ചോർന്നിട്ടില്ല. ആ ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂർ ജനത. തത്സമയ ആകാശ ദൃശ്യങ്ങളാണ്. ഇനിയും കൊട്ടിക്കലാശത്തിന് 1 മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട്. 1 മണിക്കൂർ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തികഞ്ഞ ആവേശത്തിലാണ്. ഓ പറഞ്ഞോളാ, എന്ത് കേൾക്കണ്ടേ, എന്ത് പറയണ്ടേ? എം സ്വരാജ് ജയിച്ചിരിക്കും, ഭൂരിപക്ഷം കിട്ടും, വൻ ഭൂരിപക്ഷം ജയിച്ചിരിക്കും, ഒരു സംശയമില്ല. വൻ ഭൂരിപക്ഷം ജയിച്ചിരിക്കും, ഒരു സംശയമല്ല. ഞാൻ കോട്ടയത്ത് നിന്ന് വരുവാണ്. എം സ്വരാജിനെ പോലൊരു വ്യക്തി ഇവിടെ ജയിച്ചു. 10,000 വോട്ടിന് മേലെ ഇവിടെ ജയിക്കും. നിയമസഭയിലെ എം സ്വരാജിനെ കാണാൻ വേണ്ടിയാണോ കോട്ടയത്ത് ഇങ്ങോട്ട് വന്നത്? കോട്ടയത്ത് എം സ്വരാജ് ജയിക്കും, 10,000 വോട്ടിന് മേലെ ജയിക്കും. അത്രത്തോളം തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിലമ്പൂർ ജനത സംസാരിക്കുന്നത്. നിലമ്പൂരിൽ നിന്ന് മാത്രമല്ല ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ പങ്കെടുക്കാനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മുദ്രാവാക്യം വിളികളുമായി ആവേശ പ്രകടനത്തോടുകൂടി ആവേശ കൊടുമുടിയിലാണ് ഇവിടെ ഓരോ ജനതയും. LDFന്റെ സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ, വോട്ട് അഭ്യർത്ഥിക്കാൻ നാട്ടിലെ ഈ നിലമ്പൂർ ജനതയോടാകെ വോട്ട് ചോദിക്കാൻ സംസ്ഥാനത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും വന്ന പ്രവർത്തകരാണ് നമ്മൾ കാണുന്നത്.